ഏവർക്കും മീഡിയ വാർത്തയിലേക്ക് സ്വാഗതം. വാർത്തകളിലേക്ക്. ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിനെതിരെ പടപൊരുതി വീരമൃത്യു വരിച്ച കേരളവർമ്മ പഴശ്ശിരാജയുടെ സ്മരണയ്ക്ക് പണിത പഴശ്ശി സ്മൃതി മന്ദിരം ഉദ്ഘാടനം പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് PA മുഹമ്മദ് റിയാസ് ഓൺലൈനായി നിർവഹിച്ചു. KK ശൈലജ MLA അധ്യക്ഷത വഹിച്ചു. 3.57 കോടി രൂപയാണ് നിർമ്മാണത്തിനായി ചെലവഴിച്ചത്. കുറച്ചുകൂടി പണി ബാക്കിയുണ്ട്. നമ്മളിപ്പോൾ ഇരിക്കുന്ന ഈ മുറ്റം അത് നന്നായിട്ട് വളരെ മനോഹരമായി ടൈൽസ് ഒട്ടിച്ച് മനോഹരാക്കും. അത് ഇന്നത്തേക്ക് ചെയ്യണമെന്ന് വിചാരിച്ചെങ്കിലും അതിന് സാധിച്ചിട്ടില്ല. പെയിൻറ്റിങ് നമ്മൾ ഏൽപ്പിച്ചിട്ടുണ്ട്. അത് പെയിൻറ്റ് ചെയ്ത് കൊണ്ടുവന്ന് ഈ ചുമരിൽ സ്ഥാപിക്കുകയാണ് ചെയ്യുക. അപ്പം അത് അധികം താമസിയാതെ വരും. റോഡ് മുതൽ ഇവിടം വരെയുള്ള ഈ ഭാഗം മനോഹരമായ ടൈൽസ് ഇട്ട് ഏറ്റവും വൃത്തിയാക്കി മാറ്റുമ്പോഴാണ് പൂർണ്ണമായിട്ടും ഇതിൻ്റെ അഴക് നമുക്ക് കാണാൻ സാധിക്കുക. ബാക്കി എല്ലാ പണിയും പൂർത്തിയായിട്ടുണ്ട്. പഴശ്ശിയിൽ വീരകേരളവർമ്മ പഴശ്ശിരാജാവിൻ്റെ സ്മാരകമായി നമ്മൾ നിർമ്മിച്ചിരിക്കുന്ന ഈ സ്മൃതി മണ്ഡപത്തിൻ്റെ നവീകരണവും ഇവിടെ വിശാലമായിട്ടുള്ളൊരു വേദിയും ആളുകൾക്കിരുന്ന് പരിപാടികളൊക്കെ കാണാൻ കഴിയുന്ന ഒരു ഓപ്പൺ ഓഡിറ്റോറിയവും ചുറ്റുമതിൽ നാളെ അവിടെ നല്ല മ്യൂറൽ പെയിൻറ്റിംഗ് അടക്കം പഴശ്ശിയുടെ കഥകൾ ആലേഖനം ചെയ്യുന്ന പെയിൻറ്റിങ്ങുകളടക്കം ഈ ചുമരിൽ വരാനുണ്ട്. മനോഹരമായിട്ടുള്ള ഈ ചുറ്റുമതിലെന്ന് പറയുന്നത് ഒരു മണ്ഡപം തന്നെയായിട്ട് മാറിയിരിക്കുകയാണ്. ഇതുമെല്ലാം ചേർന്നുകൊണ്ട് നമുക്ക് ഈ സ്മൃതി മണ്ഡപം ഉദ്ഘാടനം ചെയ്യാൻ കഴിയുന്നു എന്നുള്ളതിൽ കിഫ്ബിയുടെ ധനസഹായത്തോടെ ടൂറിസം വകുപ്പ് മുഖേന KIIDC ആണ് നിർമ്മാണ നവീകരണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചത്. സ്മൃതി മന്ദിരത്തിന്റെ പുനരുദ്ധാരണം, കുളം നവീകരണം, പടിപ്പുരയുടെ നിർമ്മാണം എന്നിവയ്ക്ക് പുറമെ 400 പേർക്ക് ഇരിക്കാവുന്ന ഓപ്പൺ എയർ തിയേറ്റർ, ഫുഡ് കോർട്ട്, മ്യൂറൽ പെയിന്റിങ്ങുകൾ, വൈദ്യുതി വിളക്കുകൾ എന്നീ സൗകര്യങ്ങളും നവീകരണ പ്രവർത്തനങ്ങളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പഴശ്ശിയിൽ ഇനി സഞ്ചാരികളുടെ ഒഴുക്കുണ്ടാകുമെന്നാണ് അധികാരികളുടെ വിലയിരുത്തൽ. KIIDC കണ്ണൂർ ഡെപ്യൂട്ടി ജനറൽ മാനേജർ ഗംഗാധരൻ NT റിപ്പോർട്ട് അവതരിപ്പിച്ചു. ടൂറിസം ഡെപ്യൂട്ടി ഡയറക്ടർ TV പ്രഭാത്, നഗരസഭാ ചെയർമാൻ N ഷാജിത്ത്, മട്ടന്നൂർ നഗരസഭ വൈസ് ചെയർപേഴ്സൺ O പ്രീത, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ P ശ്രീനാഥ്, VK സുഗതൻ, P പ്രസീന, K മജീദ്, P അനിത, കേരള കള്ളിജത്ത് തൊഴിലാളി ക്ഷേമനിധി ബോർഡ് ചെയർമാൻ NV ചന്ദ്രബാബു, KT ചന്ദ്രൻ, സീന ഇസ്മായിൽ, K ഭാസ്കരൻ, അനിത വേണു, P പുരുഷോത്തമൻ, M രതീഷ്, CH വത്സലൻ, സുരേഷ് മാവില, EP ഷംസുദ്ദീൻ, MV ശശിധരൻ, D മുനീർ, M മുകുന്ദൻ, KP രമേശൻ, KP അനിൽകുമാർ, അണിയേരി അച്യുതൻ, മണാട്ടുകുമാരൻ, മുസ്തഫ ദാവാരി, ഗണേശൻ കുന്നുമ്മൽ, AK സുരേഷ് കുമാർ, ജയപ്രകാശ്, കൃഷ്ണകുമാർ കണ്ണോത്ത് തുടങ്ങിയവർ സംസാരിച്ചു. സത്യം പറഞ്ഞ ടോപ്പ് എത്തിയപ്പോഴാ എനിക്കൊരു ആശ്വാസമായത്. എന്ത് രസമായിട്ടാ ഒക്കെ ഒരുക്കിയിരിക്കണേ. ഷോറൂം എന്നൊക്കെ പറഞ്ഞാൽ ഇങ്ങനെ ഇരിക്കണം, സിമ്പിൾ ആൻഡ് എലഗന്റ്. കറക്റ്റ്. അവിടുത്തെ ഓരോ ആഭരണങ്ങളും പോലെ അല്ലേ അമ്മ? അപ്പോ മോൾക്ക് മൊത്തത്തിൽ ഇഷ്ടമായിന്നാണ് അർത്ഥം അല്ലേ? എന്തോ ഒരു സംശയം. ടോപ്കോ എനിക്ക് ടോട്ടലി ഇഷ്ടമായി. മാത്രമല്ല അവരുടെ കസ്റ്റമർ അപ്രോച്ച്, ഇറ്റ്സ് റിയലി കമന്റബിൾ. ടോപ്കോ ജ്വല്ലറി, തലശ്ശേരി റോഡ്, മട്ടന്നൂർ.